ഇന്ന് നമുക്ക് പെട്ടെന്നൊരു അടിപൊളി സേമിയ പായസം ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കുക. നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കാഷ്യൂ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഉണക്ക മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതേ നെയ്യിൽ തന്നെ ഏകദേശം 2 കപ്പോളം സേമിയ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത സേമിയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനി വറുക്കാത്ത സേമിയ എടുക്കുന്നെങ്കിൽ ഈ നെയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സേമിയ പായസത്തിന് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 3 കപ്പ് പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് പാലിൽ മാത്രമാട്ടോ, പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതൊരു മീഡിയം തീയിൽ വെച്ച ശേഷം ഒരു 7-8 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പകുതി വേവായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പായസം കുടിക്കുമ്പോൾ ഈ ചവ്വരി ഇതിൽ കിടക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ചവ്വരിയും കൂടി ചേർത്ത് നമുക്ക് രണ്ടും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മധുരം ചേർക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിവിടെ ഒന്ന് കുറുകി വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂ മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നെയ്യും കൂടി ഇങ്ങനെ അവസാനം ചേർക്കുന്ന ഈ സേമിയ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തോട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.